ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ സ്കൂളൊക്കെ ഓപ്പണായി. ഞാനും എൻ്റെ മക്കളൊക്കെ സ്കൂളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണേ. ഫസ്റ്റ് ഡേ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് ആ ദിവസം കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആണ് മക്കൾ ക്ലാസ്സിലേക്ക് വരുന്നതും അവരുടെ ലോകത്തേക്ക് അവർ വരുന്നതും. ഓരോ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കൾ കരഞ്ഞു കണ്ടും ബഹളം വെച്ചൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഈ വർഷം വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നേ. മക്കളാരും കരഞ്ഞിട്ടില്ല, ബഹളമില്ല. വളരെ മനോഹരമായൊരു ക്ലാസ് തന്നെയായിരുന്നേ. ഓരോ മക്കൾക്കും അവരുടെ ലോകത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കഥകൾ അവരുടെ ടീച്ചറുടെ കയ്യിലെത്തിക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ മക്കൾ മാറി മാറി വന്ന് അവരുടെ കഥകൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു വന്ന് പോയിട്ടോ. ഒരു പ്രീ സ്കൂളിലേക്ക് മക്കൾ പോയി തുടങ്ങുമ്പോഴേക്കും അവരവരുടെ ലൈഫിൽ അതുവരെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ ഒക്കെ സഹായത്തോടെ ചെയ്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. സ്വന്തമായി വെള്ളമെടുത്ത് കുടിക്കുന്നു, സ്വന്തമായിട്ട് ഭക്ഷണം വാരി കഴിക്കുന്നു, സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകുന്നു, സ്വന്തമായിട്ട് ഫ്രണ്ട്സിനെ കണ്ടെത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അവരവരുടെ ലൈഫിൽ പുതിയ തുടക്കം കുറിക്കുകയാണ് കേട്ടോ. ഈ ഒരു വർഷം കരച്ചിലും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ചിരിയും തമാശയും കളിയൊക്കെ ആയി ഞങ്ങളും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളും ഒരുപാട് ഹാപ്പിയായിരുന്നു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, ഇതുപോലെ വലിയൊരാളാവാതെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിന്നിരുന്നെങ്കിലെന്നല്ലേ. പക്ഷെ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് വലിയൊരാളാവണം എന്നുള്ളതാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നല്ലേ. ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും വേണ്ട, ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷനാവുകയും വേണ്ട. ഏതൊരു ടൈമിലും നമുക്ക് കളിക്കാം, സന്തോഷിക്കാം. അത് വേറെ തന്നെ ഒരു ലൈഫായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് നമ്മുടെ ഉമ്മാനെ പോലെ വലുതാവണം, അല്ലെങ്കിൽ ഇത്താനെ പോലെ വലുതാവണം. ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളായിരിക്കും കുഞ്ഞിൽ. പക്ഷേ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സാധനമാണ് നമ്മുടെ കഴിഞ്ഞു പോയ ലൈഫ് എന്നത്. അതൊരു സത്യമാണ്. എന്നെപ്പോലെ തന്നെ ഇത്രയും വലുതായിട്ടും ആ ചെറിയൊരു പ്രായത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞങ്ങൾ ടീച്ചേഴ്സ് നേരിടാൻ പോകുന്ന ഒരു വലിയ ടാസ്ക് ഉണ്ട് കേട്ടോ. കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. മറ്റൊന്നുമല്ല, മക്കൾ അവരുടേതായ ഒരുപാട് ആക്സസറീസ് അവരുടെ കയ്യിലുണ്ടാവും. ബോക്സ്, എറേസർ, പൗച്ച്, ബോക്സ്, ബോട്ടിൽ, വാച്ച്, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അത്യാവശ്യം ടോയ്സും അവർ വീട്ടുകാർ കാണാതെ ബാഗിലിട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവരെന്ത് ചെയ്യും, സ്കൂളിൽ കളഞ്ഞിട്ട് പോവും. ചിലപ്പോൾ കളഞ്ഞിട്ട് പോയത് എവിടെയാണെന്ന് അവർക്കും അറിയത്തുണ്ടാവില്ല, നമ്മളിട്ട് കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ അത് കണ്ടുപിടിച്ച് അവരുടെ കയ്യിലെത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇവരുടെ സാധനങ്ങൾ സെയിം കളറും സെയിം ബ്രാൻഡൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. എല്ലാവരുടെയും ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും. ഇത് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് വീട്ടിലെത്തുമ്പോഴായിരിക്കും പാരൻസ് അറിയുന്നുണ്ടാവുക അത് മാറിക്കിടക്കുന്നത്. അപ്പോൾ പാരൻസ് നമ്മളോട് പറയും ഇത് മാറിയെന്നുള്ളത്. അപ്പോഴായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത് ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഷൂസൊക്കെയാണ് മാറിയതെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എല്ലാവരുടെ ഷൂസും ഒരേ ഡിസൈനിലായിരിക്കും, സൈസും സെയിം ആയിരിക്കും. ചിലപ്പോൾ ഇട്ട് നോക്കുമ്പോൾ മാത്രമേ അവർക്ക് അവരുടെ കാലിന് സ്യൂട്ടല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കാൻ പോകുന്ന വലിയൊരു റിസ്ക് ആട്ടോ. എന്തൊരു തരം ബുദ്ധിമുട്ട് തന്നെ ആയാലും അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നൊരു കാര്യം തന്നെയാണ്. അവരുടെ ആ ഒരു ചിരിച്ച മുഖവും നിഷ്കളങ്കമായ കളികളും കാണുമ്പോൾ നമ്മളും ഒരുപാട് ഹാപ്പി ആവുന്നതാണ്. വീട്ടിലേക്ക് പോകാൻ ടൈമായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ടോയ്സും ഒന്നും തന്നെ വേണ്ടതില്ല കേട്ടോ. പിന്നെ അവർ പോകാനുള്ള തിരക്കിലായിരുന്നേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.